ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധ രൂക്ഷത അധികരിക്കുന്നതിനോടനുബന്ധിച്ച് ഒരു വെടിനിർത്തൽ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഖത്തറിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. പ്രശ്നപരിഹാര സാധ്യത ഇല്ലാത്ത വിധം യുദ്ധത്തിന്റെ രൂക്ഷത ഓരോരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേൽ നടത്തുന്നു, വലിയ മരണങ്ങൾ ഉണ്ടാകുന്നു. സമാനമായ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. രണ്ട് രാജ്യത്തിലെ ജനങ്ങളും വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യം പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയമുണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ തന്നെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈജിപ്തുമായി സഹകരിച്ചായിരിക്കും ഇത്തരമൊരു കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലാണ് ഖത്തർ ഇതിന് പ്രതികരിച്ചത്. അതിന് പറയുന്ന കാര്യം, ലെബനാനുമായി ഏറെക്കുറെ ഏകപക്ഷീയമാണെങ്കിൽ പോലും ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നു. അതിന്റെ സാധ്യതകളും സാധ്യതകളും വളരെ വളരെ വലുതാണ്. എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല, പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. കഠിനമായിരിക്കുന്ന കുറച്ച് വ്യവസ്ഥകൾ ഇസ്രായേൽ വെച്ചിരിക്കുന്നു. എന്നാൽ സമാനമായിരിക്കുന്ന ചില വ്യവസ്ഥകളൊക്കെ ലെബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഏറെക്കുറെ താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുന്ന രീതിയിൽ UN സഭ തന്നെ ലെബനാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നു. അതൊരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് ഖത്തറിന്റെ പ്രതികരണം. ഇപ്പോൾ പറയുന്ന കാര്യം, യുദ്ധം ചെയ്തും യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചും ജനങ്ങളും സൈനികരും ക്ഷീണിച്ചിരിക്കുന്നു. ഇനി ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നതോടുകൂടിയാണ് മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് തങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന തരത്തിൽ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്. തങ്ങളെപ്പോലും കുറ്റവാളികളാക്കുന്ന രീതിയിലും ഹമാസിന് വലിയ സംരക്ഷണവും സുരക്ഷിതത്വം തങ്ങൾ ഒരുക്കുന്നു എന്ന തരത്തിലുമാണ് ഇസ്രായേൽ അന്ന് പ്രതികരിച്ചത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും സാധിക്കാത്ത കാര്യം ഒരു ഘട്ടത്തിലെങ്കിലും ഖത്തറിൽ നിന്ന് ഇസ്രായേലും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് ഖത്തറാണ് വലിയ ശ്രമങ്ങൾ നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. ഏകദേശം 100ഓളം ബന്ദികളെ മോചിപ്പിച്ചത് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വലിയ സഹായങ്ങൾ ഖത്തറിന് വേണ്ടിയും ഖത്തറിലെ പൗരന്മാർക്ക് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ഇസ്രായേലിന്റെ പൗരന്മാർക്ക് വേണ്ടിയും ഖത്തർ ചെയ്തു നൽകിയിട്ടും അവരെ പ്രതിസ്ഥാനത്തിൽ നിർത്തുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് അറബ് ഏകോപന കൗൺസിൽ തന്നെ കുവൈറ്റിൽ നടത്തിയ പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ച് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ഖത്തറിനെ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതും, അറബ് മേഖലയിൽ അവർക്കുള്ള സാന്നിധ്യം വളരെ വലുതാണ്. ഒരു ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ മാത്രമല്ല ഇടപെട്ടത്, അമേരിക്കയുടെയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട താലിബാന്റെയും വിഷയത്തിൽ ഇടപെട്ടത് യഥാർത്ഥത്തിൽ ഈ ഖത്തർ തന്നെയാണ്. അമേരിക്കയുടെയും ഇറാന്റെയും വിഷയത്തിൽ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടതും ഖത്തറാണ്. അങ്ങനെ ഐക്യരാഷ്ട്രസഭ എന്തൊക്കെ പ്രവൃത്തിയാണോ ലോകത്ത് ചെയ്യേണ്ടത് ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ സൈനികർ ഹമാസിന്റെ ഓഫീസുകൾ ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു തീവ്രവാദമായിരിക്കുന്ന കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. താലിബാന്റെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ജൂത പൗരന്മാരും അവിടെ ഓഫീസ് വെച്ചിട്ട് പ്രവർത്തിക്കുന്നു. അവരവിടെ ജോലി ചെയ്യുന്നു. അതിനൊന്നും ഈ ഖത്തർ യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും വലിയ താല്പര്യം കാണിച്ച രാജ്യങ്ങളൊന്ന് ഖത്തറാണ്. അങ്ങനെ വലിയൊരു ബന്ധം ഖത്തറും ഇസ്രായേലും തമ്മിലുണ്ട്. അങ്ങനെ ഇസ്രായേലും തമ്മിൽ ബന്ധമുണ്ട്, അഫ്ഗാനുമായിട്ട് ബന്ധമുണ്ട്, അതേപോലെ തന്നെ പാലസ്തീനുമായിട്ട് ബന്ധമുണ്ട്. പാലസ്തീനിലെ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് പല ഘട്ടങ്ങളിലും ശമ്പളം കൊടുക്കുന്നത് ഖത്തറാണ് എന്നുള്ളത് പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഖത്തറിനെ വർഗീയപരമായിട്ടോ തീവ്രമായിട്ടോ ചിത്രീകരിക്കുന്ന പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളിനി ഇടപെടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വളരെ സങ്കീർണമാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വല്ലാത്ത രീതിയിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അതിനുശേഷം ഖത്തറിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളതും കുറച്ചൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഖത്തർ പറയുന്ന കാര്യം, ഒരു വെടിനിർത്തൽ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ അത് സാധ്യമായ സ്ഥിതിക്ക് ഇവിടെയും അങ്ങനത്തെ ഒരു സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ ഒരു വെടിനിർത്തൽ അനിവാര്യമാണ്. രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളും അത് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചില കരാറുകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ വല്ലാതെ വൈകാത്ത രീതിയിൽ തന്നെ ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുമെന്ന തരത്തിലാണ്.
മുൻപ് ഈ ഹമാസ് എന്താണോ പറഞ്ഞത് ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടും ഇവിടെ ചർച്ചയിൽ വരാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന 4-5 നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട നിർദ്ദേശം മധ്യസ്ഥർ മുഖാന്തരം അല്ലെങ്കിൽ മധ്യസ്ഥർ എന്ന നിലക്ക് തങ്ങൾ ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അതിൽ ഗസയിൽ നിന്നുള്ള പിന്മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ തന്നെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ പകുതി 2 ഭാഗമായി വിഭജിച്ചുകൊണ്ട് മധ്യ ഗസയിലെ ആധിപത്യം ഇസ്രായേൽ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ ഭൂപ്രദേശത്തോടു കൂടി കൂട്ടിച്ചേർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അറബ് ലീഗ് തന്നെ അത് കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞതാണ്. 1967 അതിർത്തി കരാർ വ്യവസ്ഥ പ്രകാരം ഈ ജെറുസലേം നഗരമാക്കിക്കൊണ്ട് അല്ലെ തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് തങ്ങളോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോ പുറകോട്ട് പോയിട്ടുള്ള അത് തന്നെയാണ് അടിസ്ഥാനപരമായിരിക്കും നിലപാട്. ഇത് എത്രത്തോളം ഇസ്രായേൽ അംഗീകരിക്കും എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നീട് ചർച്ച വരേണ്ടതാണ്. അവർ പറയുന്ന കാര്യം ഗസയിൽ നിന്നുള്ള പിന്മാറ്റം, അതോടൊപ്പം തന്നെ ഗസ എന്ന് പറയുന്ന ദേശത്തെ പുനരുദ്ധാരണം ചെയ്യാനുള്ള സഹായങ്ങൾ, ഗസയിലേക്ക് വ്യത്യസ്ത ലോക രാജ്യങ്ങൾ അയച്ചു തന്നിരിക്കുന്ന വാഹനങ്ങൾ തുറസായ രീതിയിൽ അതിനെ തടയാത്ത രീതിയിൽ തുറന്നുവിടുന്ന സംവിധാനം, റഫ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, ഇങ്ങനെ കുറച്ച് കണിശമായിരിക്കുന്ന ഒരു നിലപാടാണ് അന്ന് ഹമാസ് പറഞ്ഞത്. ഹമാസിന്റെ ആവർത്തനങ്ങൾ പിന്നീട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മലീഷ്യ വിഭാഗങ്ങളെല്ലാം ഇതിന്റെ ആവർത്തനങ്ങൾ പറഞ്ഞതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിനൊരു പരിഹാരങ്ങളോ അല്ലെങ്കിൽ ശമനമോ ഉണ്ടാവൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന തരത്തിലാണ് അന്നത്തെ പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന പരാമർശം പൂർണ്ണമായ രീതിയിൽ ഹമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഹമാസ് കീഴടങ്ങുക, അത് പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് ഒരു പറയുന്നതാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം, ഇസ്രായേൽ എന്നൊരു പറയുന്ന ഒരു രാജ്യത്തേക്ക് ഹമാസിന്റെ ഒരു ആക്രമണം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ഇതെല്ലാമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ പ്രധാനമായ രീതിയിൽ ഈ ഇസ്രായേൽ സംസാരിക്കുന്നു. എന്നാൽ അത്രയൊന്നും കണിശമായ രീതിയിലല്ല ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഗസയിൽ നിന്ന് ഹമാസിന്റെ ആളുകൾ സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇതിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ ഖത്തർ പറയുന്നത്. ഖത്തറിനോടനുബന്ധിച്ച് തന്നെ ഈജിപ്തും ഈ വിഷയം വളരെ സങ്കീർണമായ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കുകയും 2-3 തൊട്ടടുത്ത് കഴിഞ്ഞിരിക്കുന്ന 3-ലധികം മധ്യസ്ഥ ചർച്ചയിൽ ഈജിപ്ത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഏറെക്കുറെ അമേരിക്കക്കും ഒരു പരിധിയെങ്കിലും ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. തുറന്ന രീതിയിൽ പാലസ്തീനെ പിന്തുണക്കാൻ വേണ്ടി, പാലസ്തീന്റെ ഈ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പിന്തുണക്കാൻ വേണ്ടി ഈജിപ്ത് മുന്നോട്ട് വന്നിട്ടില്ല. അതിന്റെ കാര്യമെന്ന് പറഞ്ഞത് ഈജിപ്തിന്റെ രാജ്യം അട്ടിമറിഞ്ഞ് പുതിയ ഭരണാധികാരി അധികാരത്തിൽ വന്നതോടനുബന്ധിച്ച് അതിൽ വലിയ പങ്കാളിത്തം ആ ഭരണ നേതൃത്വം വരാൻ വേണ്ടിയിട്ട് അമേരിക്ക വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹുസ്നി മുബാറക് ആയിരുന്നു 40 വർഷത്തിലധികം ഈജിപ്ത് എന്ന രാജ്യം അടക്കി ഭരിച്ചത്. പിന്നീട് അവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായി. അതിന്റെ പിന്നിൽ അമേരിക്ക വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ ഹുസ്നി മുബാറക് തന്നെ ആരോപിച്ചതാണ്. ജനാധിപത്യ സംവിധാനം വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നു. ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് രാജ്യം പുരോഗതി ഉണ്ടാവാത്തത്, പ്രക്ഷോഭം നടത്തുന്നത് ഈജിപ്ത് പൗരന്മാരാണ്, അല്ലാതെ അമേരിക്കൻ സൈനികരൊന്നും അല്ല എന്ന് അതിന് പ്രതികരിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും പിന്നീട് അവിടെ ഈ സൈനിക ഭരണം വന്നു. സൈനിക ഭരണം വന്നതിന് ശേഷം അതിന് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. പിന്നീട് അവിടെ ജനാധിപത്യപരമായ രീതിയിൽ ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ ജനാധിപത്യ ഭരണം വന്നു. അവിടെ വീണ്ടും വിഷയങ്ങളുണ്ടായി. ഇപ്പം ഏതായിരുന്നാലും ഒരു രാജഭരണ സംവിധാനത്തിലാണ് സിസി എന്ന് പറയുന്ന ആൾ അവിടെ ഭരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടുവന്നതിൽ അമേരിക്കക്ക് വലിയ പങ്കാളിത്തമുണ്ട്. അപ്പോൾ അത്രയും കാലം ഈജിപ്ത് ഭരണാധികാരികളെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയൊരു സംവിധാന കാര്യങ്ങൾ ഈജിപ്തിലേക്ക് വന്നത്.